ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെന്റ് കൺസ്ട്രക്ഷൻ. നിങ്ങളുടെ അസൈൻമെന്റിലെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്രേ ഉള്ളൂ. നമുക്ക് 4 ലെയർ ഉണ്ട്. സബ്ഗ്രേഡ്, സബ് ബേസ്, ബേസ്, വയറിംഗ് കോഴ്സ്. ഓരോ ലെയറും കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഡു സം ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് അല്ലെ. അതാണ് അതിനകത്തെ ഫണ്ടമെന്റൽ കാര്യം. ക്വാളിറ്റി ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു അർത്ഥമില്ല. സോ ഈ ക്വാളിറ്റി കൺട്രോൾ ആണ് നമ്മൾ കുറച്ച് ലാക്ക് ചെയ്യുന്നത്. ഒരു ഇന്ത്യൻ സിനാരിയോയിൽ ലാക്ക് ചെയ്യുന്ന സാധനം ക്വാളിറ്റി കൺട്രോൾ ആണ്. പക്ഷേ ഇറ്റ്സ് സ്ലോലി പിക്കിംഗ് അപ്പ്. ഓരോ ദിവസം കഴിയുമ്പോഴും അതിന് കാര്യമായ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഓരോ ലെയറിലും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഗ്രാനുലർ ലെയർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോ പറയുന്നത് ഒന്നെങ്കിൽ മോർത്ത് സ്പെസിഫിക്കേഷൻ ആണ്, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് സ്പെസിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ IRC 37. ഈ 2 കാര്യങ്ങളിലുള്ള കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കാറുള്ളത്. ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയും ആക്ച്വലി മോർത്ത് സ്പെസിഫിക്കേഷൻ ആണ്. മോർത്തിന്റെ സ്പെസിഫിക്കേഷനിൽ പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ ത്രൂ ഔട്ട് ഒരു ഹൈവേ പണിയുമ്പോൾ അവിടെ ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാനുലർ ലെയർ തൊട്ടാണ്. ബട്ട് ഐഡിയലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട എവിടെ നിന്നായിരുന്നു? സബ്ഗ്രേഡിനെ കുറിച്ചാണ്. അപ്പൊ സബ്ഗ്രേഡിന്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയി, അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സബ്ഗ്രേഡ് ചെയ്യുമ്പോൾ അത് ഫ്ലെക്സിബിൾ പേയ്മെന്റിനും റിജിഡ് പേയ്മെന്റിനും എല്ലാം ഒരുപോലെയാണ്. അവിടെ നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണമായിരിക്കും? നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് വെൻ വി ആർ കൺസ്ട്രക്ടിങ് എ സബ്ഗ്രേഡ് നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്? ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അബവ് യുവർ HFL, ഹൈ ഫ്ലഡ് ലെവലിന്റെ മുകളിൽ നിൽക്കണം, ഒരു കാര്യം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അവിടെ എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണമായിരിക്കും? ഏറ്റവും മിനിമം ചെയ്യേണ്ട എന്തൊക്കെയായിരിക്കും? CBR. തീർച്ചയായിട്ടും നമുക്ക് CBR 5 മുകളിൽ വേണം. അതുകൊണ്ട് തന്നെ അവിടുത്തെ സോയിലിൽ നമ്മളൊരു CBR ടെസ്റ്റ് ചെയ്യണം. അത് ഉറപ്പായിട്ടും ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണ്ടേ? പിന്നെന്തായിരിക്കും? നമ്മൾ പറയും 5% CBR വേണം. വേറൊരു കാര്യം നമ്മൾ പറയാറുണ്ടായിരുന്നു, 97% ഓഫ് ഡെൻസിറ്റി വേണമെന്ന് പറയും അല്ലെ. അപ്പൊ ഈ ഡെൻസിറ്റി കിട്ടിയോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? ഞാൻ ഇടയ്ക്ക് നമ്മൾ പേര് പറഞ്ഞു, ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡെൻസിറ്റി അറിയാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ എന്താ ടെസ്റ്റ് ഒന്നും പറഞ്ഞില്ല, പേര് പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? നിങ്ങളത് GT പഠിക്കേണ്ടതാണ്. സാൻഡ് റീപ്ലേസ്മെന്റ് ടെസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഇടയ്ക്ക് പറഞ്ഞായിരുന്നു നിങ്ങളോട്. സാൻഡ് റീപ്ലേസ്മെന്റ് ടെസ്റ്റ് വെച്ചിട്ട് അതിന്റെ ഡെൻസിറ്റി അച്ചീവ് ചെയ്തോ എന്ന് നോക്കണം. ഓക്കെ, ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യാതെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സബ്ഗ്രേഡ് പണിയണം. സബ്ഗ്രേഡിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട 2 ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ, വൺ തിങ് ഇസ് വി ഷുഡ് എൻഷുർ ദാറ്റ് CBR വാല്യൂ ഈസ് അബവ് 5% ആൻഡ് ദ സാൻഡ് ഡെൻസിറ്റി ഈസ് മിനിമം 97%. അപ്പൊ ഡെൻസിറ്റി അറിയണമെങ്കിൽ നമ്മൾ സാൻഡ് റീപ്ലേസ്മെന്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യണം. ആ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന്റെ മോയിസ്ചർ കണ്ടന്റ് നോക്കണം. മോയിസ്ചർ കണ്ടന്റ് നോക്കണം. എന്തിനായിരിക്കാം നമ്മൾ സബ്ഗ്രേഡിന്റെ മോയിസ്ചർ കണ്ടന്റ് നോക്കണം എന്ന് പറയുന്നത്? അത് സോയിലിന്റെ പ്രോപ്പർട്ടി അഫക്ട് ചെയ്യുമല്ലേ? ഹലോ, നെറ്റ് കട്ടായി പോയോ? കേക്കാവോ? ഹലോ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മൾ മോയ്സ്ചർ കണ്ടന്റ് നോക്കണം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു സബ്ഗ്രേഡ് പണിയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് CBR നോക്കണം. We should check the density by using the sand replace method, and also we should ensure about the moisture content during the time of compaction. Now my question is, why should we check the moisture content? ഒപ്റ്റിമം അല്ലെങ്കിൽ അത് ഫുള്ളി കോമ്പാക്ട് ആവുമല്ലോ. അതെ, അത് ഒപ്റ്റിമം അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഡെൻസിറ്റി കിട്ടത്തില്ല. അപ്പൊ ഒപ്റ്റിമം ലാബ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒപ്റ്റിമത്തിലാണോ ചെയ്യുന്നത് നമ്മൾ എൻഷുർ ചെയ്യണം. അപ്പൊ ഇത്രയാണ് നമ്മൾ സബ്ഗ്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതിന് മുകളിൽ നമ്മൾ ഗ്രാനുലർ സബ് ബേസ് പണിയാന്ന് വിചാരിക്കുക. ഗ്രാനുലർ സബ് ബേസ് പണിയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒന്ന് ഗ്രഡേഷൻ നോക്കണം അല്ലെ. നമ്മുടെ GSBക്ക് എത്ര ഗ്രഡേഷൻ ഉണ്ടായിരുന്നു? ഓർക്കുന്നുണ്ടോ? GSBക്ക് എത്ര ഗ്രഡേഷൻ ഉണ്ടായിരുന്നു? 6 ഗ്രഡേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് പല ഉദ്ദേശങ്ങളാണ്. ഒന്ന് മുകളിലാണ്, ഒന്ന് താഴെയാണ്, അങ്ങനെ പല പല ഉദ്ദേശങ്ങളുണ്ട്. അപ്പൊ ഏതാണോ നമ്മുടെ ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത് ആ ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ഗ്രഡേഷൻ ഫീൽഡിലും കിട്ടിയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഇവിടെ പറയുന്ന സംഭവമുണ്ട് ഫ്രീക്വൻസി. എന്തായിരിക്കും ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഞാനിത് മോർത്തിന്റെ അതേ സാധനം സ്ക്രീൻഷോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ ഓരോ ലെയറിന്റെ പേരുണ്ട്. ഗ്രാനുലർ ലെയർ, അവിടെ ചെയ്യേണ്ട ടെസ്റ്റുകളുണ്ട്. Now there is something called frequency. Now what do you mean by frequency?
എന്തായിരിക്കാം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ആരെങ്കിലും? എത്ര ഡിസ്റ്റൻസ് ഇടവിട്ട്? അത് തന്നെ. ഇപ്പൊ നമ്മളിപ്പോ റോഡ് പണിയുമ്പോൾ ചിലപ്പോൾ ഒരു 6 കിലോമീറ്റർ കാണും, 10 കിലോമീറ്റർ കാണും അല്ലെ? അപ്പൊ ഈ 6 കിലോമീറ്ററിലും 10 കിലോമീറ്ററിലും 1 കിലോമീറ്ററിലും എല്ലാം ചെയ്യുമ്പോൾ ചെയ്യേണ്ട ടെസ്റ്റുകളുടെ എണ്ണം സെയിം ആണോ? അല്ല, അതിന് സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ സാധാരണ പറയുന്നത് when we are using 400 cubic meter of GSB, 400 CUM എന്ന് പറഞ്ഞാൽ ക്യൂബിക് മീറ്റർ, 400 cubic meter ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു ഗ്രഡേഷൻ എങ്കിലും ചെയ്യണം. മിനിമം വി ഹാവ് ടു ഡു 1 ഗ്രഡേഷൻ. അപ്പോൾ 1200 cubic meter ആണെങ്കിൽ എത്ര ഗ്രഡേഷൻ ടെസ്റ്റ് ചെയ്യണം? 1200 cubic meter ആണെങ്കിൽ എത്ര ഗ്രഡേഷൻ ടെസ്റ്റ് ചെയ്യണം? എത്രയാ? 3. We have to do 3 tests. We have to do 3 tests. Okay. അതുപോലെ തന്നെ എറ്റർബർഗ് ആയാലും ശരി, മോയ്സ്ചർ കണ്ടന്റ് ആയാലും ശരി, ഓരോ ടെസ്റ്റുകൾക്കും ഫ്രീക്വൻസി പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എത്ര വോളിയത്തിനാണ് ഓരോ ടെസ്റ്റ് ചെയ്യേണ്ടതെന്നും അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ. ഇനി ഇവിടെയും ഈ പറഞ്ഞ പോലെ ഡെൻസിറ്റി ഓഫ് കോമ്പാക്റ്റഡ് ലെയർ നമ്മൾ ചെക്ക് ചെയ്യണം. ഡിലീറ്റീരിയസ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ടോ എന്ന് നോക്കണം. അതായത് ഓർഗാനിക് മോട്ടറോ ചെളിയോ പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ CBR ടെസ്റ്റും ചെയ്യണം. ഇത്രയുമാണ് നമ്മൾ സാധാരണ ഒരു ഗ്രാനുലാർ സബ്ബേസിന് പറയുന്ന കാര്യങ്ങൾ. ഇനി ഇടയ്ക്ക് വിട്ടുപോയ സാധനമുണ്ട്, അറ്റർബർഗ് ലിമിറ്റ്സ്. വാട്ട് ഡു മീൻ ബൈ അറ്റർബർഗ് ലിമിറ്റ്സ്? ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന സാധനമുണ്ട് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. നമ്മൾ അതിന് ഡെപ്തിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ അതിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ കേസിൽ വി നോർമലി ഗോ ഫോർ ലൈം ഓർ സിമെന്റ് സ്റ്റെബിലൈസേഷൻ. ഒന്നെങ്കിൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് കൂടിപ്പോയത് കൊണ്ട്, അല്ലെങ്കിൽ CBR കുറവായതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ലൈം ഓർ സിമെന്റ് സ്റ്റെബിലൈസേഷനിലേക്ക് പോകാറുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലത്തെ ഓരോ ടെസ്റ്റുകളും ചെയ്യണം. അതിന് അഡീഷണൽ ആയിട്ടും കുറച്ച് ടെസ്റ്റുകൾ ചെയ്യണം. ലൈക്ക് വി ഹാവ് ടു ചെക്ക് ദ ക്വാളിറ്റി ഓഫ് ലൈം ഓർ സിമെന്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ലൈമിനും സിമെന്റിനും ഒരു ക്വാളിറ്റി ഉണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന്റെ കണ്ടന്റ് നമ്മൾ ചെക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1% ആണ് പറയുന്നതെങ്കിൽ ആ 1% തന്നെ ഫീൽഡിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടെസ്റ്റുകളൊക്കെയും ചെയ്യണം. നോർമലി GSB ടെസ്റ്റുകൾ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. വൺ ഇസ് ഫോർ നോർമൽ GSB ആൻഡ് ദ അതർ വൺ ഇസ് വെൻ വി ആർ യൂസിങ് സം കൈൻഡ് ഓഫ് സ്റ്റെബിലൈസേഷൻസ് ലൈക്ക് ലൈം ഓർ സിമെന്റ്. അപ്പൊ അവിടെ നമ്മൾ ലൈമിന്റെയും സിമെന്റിന്റെയും ക്വാളിറ്റിയും കൂടെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഫണ്ടമെന്റലി അത് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, CBR വാല്യൂ, ഡെൻസിറ്റിയും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യണം. എന്നാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര ലോഡിന് അല്ലെങ്കിൽ എത്ര വോളിയത്തിനാണ് നമ്മൾ ഓരോ ടെസ്റ്റ് ചെയ്യേണ്ടതെന്നും ഇവിടെ പറയുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. നിങ്ങൾക്ക് ഇത് നോട്ട് ഡൗൺ ചെയ്യണമെന്നുണ്ടോ? അത് ഞാൻ സ്ലൈഡ് തരുമ്പം തന്നാൽ മതിയോ? എഴുതാൻ സമയം വേണം ഇപ്പോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാനിത് പറഞ്ഞു തീർത്തിട്ട് പിന്നെ സ്ലൈഡ് തന്നാൽ മതിയോ, അതോ ഓരോ സ്ലൈഡ് കഴിയുമ്പോൾ എഴുതാൻ സമയം വേണോ? പിന്നെ മതി സർ. പിന്നെ മതി. അപ്പൊ ഞാനിത് പറഞ്ഞു തീർക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് സമയം തീരും. ഓക്കെ. അപ്പൊ ഇതാണ് എല്ലാവരുടെ അഭിപ്രായം തന്നെയാണോ? ഹർജിത്തെ, അതോ ഇപ്പം പറഞ്ഞു തീർത്തിട്ട് ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്താൽ മതിയോ? ഓക്കെ. അപ്പൊ ഇതാണ് ഗ്രാനുലാർ ലെയറിന്റെയും അല്ലെങ്കിൽ ലൈം ഓർ സിമെന്റ് സ്റ്റെബിലൈസേഷന്റെയും കാര്യം. ഇനി നമ്മൾ പറഞ്ഞു CBR ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ജനറലി ഈ CBR ടെസ്റ്റ് എവിടെ ചെയ്യുന്ന സാധനമാണ്? സാധാരണഗതിയിലാണെങ്കിലും ഈ CBR ടെസ്റ്റ് നമ്മൾ എവിടെയാണ് ചെയ്യാറ്? സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ അല്ലെങ്കിൽ ചോദിക്കുന്നത് അത് ലാബ് ടെസ്റ്റ് ആണോ ഫീൽഡ് ടെസ്റ്റ് ആണോ? ഫീൽഡ് ടെസ്റ്റ് ആണോ? അത് ആക്ച്വലി ലാബ് ടെസ്റ്റ് ആണ്. ലാബ് ടെസ്റ്റ് ആണ്. ലാബ് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നു, പെനെട്രേഷൻ നോക്കുന്നത്, ലാബ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ സാധനം ഫീൽഡിലും ചെയ്യാം. ലാബ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാൻ ഒരു സാധനം വേണം. ഒരു ലോഡ് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ലോഡിംഗ് ഫ്രെയിം വേണം. അതുകൊണ്ടാണ് നമ്മൾ ലാബ് ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് ഫീൽഡ് ചെയ്യാം. ഇപ്പൊ രണ്ടാമത്തെ പടത്തിൽ കാണിക്കുന്നത് ഫീൽഡ് CBR. സത്യത്തിൽ ഫീൽഡ് CBR ആണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഫീൽഡിലാണ്. പക്ഷെ അതിന് കുറെ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ലാബ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ഒരു GSB പണിത് കഴിഞ്ഞാൽ അതിനെ CBR വാല്യൂ അച്ചീവ് ചെയ്തോ ഇല്ലയോ നോക്കണം എന്ന് പറഞ്ഞു. അത് ഫീൽഡിലാണ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കറിയാവുന്ന CBR എന്ന് പറഞ്ഞാൽ ലാബ് ചെയ്യുന്ന CBR അറിയത്തുള്ളൂ. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ there are equipments available for field CBR testing. ഫീൽഡിൽ വന്ന് CBR ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത് ലോഡിംഗ് ഫ്രെയിമോ ഹൈഡ്രോളിക്കോ ഒന്നുമല്ല. ഒരു വണ്ടി കാണും, എന്തെങ്കിലും വണ്ടി കാണും. ആ വണ്ടി ഒരു ജാക്ക് വെച്ച് പൊക്കും. എന്നിട്ട് പതിയെ ജാക്ക് റിലീസ് ചെയ്യുമ്പോൾ ആ വണ്ടിയുടെ ലോഡാണ് നമ്മൾ സോയിലിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. See, fundamentally what we require is we should have some load for looking at the penetration and the load relationship.
അപ്പൊ ഇങ്ങനെ നമുക്ക് ഫീൽഡ് CBR ചെയ്യാൻ പറ്റും. അതല്ല, രണ്ടാമത് വേറൊരു ഓപ്ഷൻ ഉണ്ട്. എന്തായിരിക്കാം? ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയും കൊണ്ട് വന്നിട്ട് വേണേൽ ഫീൽഡ് വന്ന് CBR ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരിക്കും ഈ പടത്തിൽ കാണിക്കുന്നത്? പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ആണ്. പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്കൊരു സാധാരണ ഗതിയിലൊന്നും അത് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന സാധനമാണ് DCP, ഡൈനാമിക് കോയിൽ പെനിട്രേഷൻ ടെസ്റ്റ്, അല്ലെ? അപ്പോൾ CBR എന്ന് പറഞ്ഞ സംഭവം ഒരു ലോഡിനോടുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ലോഡ് വേണം, ഡിഫ്ലക്ഷനും വേണം. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ പടം നോക്കിയാൽ മനസ്സിലാവും, ഈ ഹാമർ കണ്ടോ, ഈ ഹാമറിന് 8 കിലോ ഉണ്ട്. ഓരോ പ്രാവശ്യവും ഈ ഹാമർ ഡ്രോപ്പ് ചെയ്യുമ്പോഴുള്ള ഡിഫ്ലക്ഷൻ ഇവിടെ നോട്ട് ചെയ്യും. ഓരോ പ്രാവശ്യവും ഈ ഹാമർ ഡ്രോപ്പ് ചെയ്യുമ്പോഴുള്ള ഡിഫ്ലക്ഷൻ ഇവിടെ നോട്ട് ചെയ്യും. പക്ഷെ ഇതിനകത്ത് നിന്ന് നമുക്ക് വേണം CBR കണ്ടുപിടിക്കാൻ പറ്റും. അതായത് DCP വാല്യൂ കിട്ടിയാൽ അതിൽ നിന്ന് നമുക്കൊരു കോറിലേഷൻ വഴി CBR കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ ലോഡ് എന്ന് പറഞ്ഞാൽ 8 കിലോഗ്രാം ആണ്. 8 കിലോഗ്രാം ഒരു റോഡിനെ സംബന്ധിച്ചിടത്തോളം ഈ 8 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ആയിരിക്കുമോ? ഒരു കറക്റ്റ് റിസൾട്ട് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഇല്ല, ചെറിയ ലോഡാണ്. ഇപ്പൊ ഒരു വണ്ടി പോകുമ്പോൾ അത് 8 ടൺ 10 ടണ്ണുകൾ വണ്ടി പോകും. അപ്പൊ ആ വണ്ടി പോകുന്നതും ഇതുമായിട്ട് നമുക്ക് ആക്ച്വലി കോറിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് വി വിൽ ഗെറ്റ് റിലേറ്റീവ്ലി ബെറ്റർ എസ്റ്റിമേറ്റ്. അത്രേ ഉള്ളൂ. എപ്പോഴും CBR ആണ് ബെറ്റർ. പക്ഷെ നമുക്ക് CBR ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കാര്യമായ ഒന്നും എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സാധനം ഇതിനൊരു 10,000 വിലയുള്ളൂ, 10,000 രൂപ. അപ്പൊ വേണമെങ്കിൽ ഒരു DCP വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ CBR നോക്കാം. പക്ഷെ ദ പ്രോബ്ലം ഇസ് ദിസ് ഇസ് നോട്ട് സിമുലേറ്റിംഗ് ദ വെയിറ്റ് ക്രിയേറ്റഡ് ബൈ എ ആക്ച്വൽ വെഹിക്കിൾ. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാൻഡ് റീപ്ലേസ്മെന്റ് ടെസ്റ്റ്. അപ്പൊ അതിന്റെ ഫണ്ടമെന്റൽസ് ഞാൻ പറഞ്ഞുതരാം. സാൻഡ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കിടക്കുന്ന സോയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന GSBയുടെ ഡെൻസിറ്റി നോക്കുകയാണ്. ക്വസ്റ്റൻ ഇസ് വാട്ട് ഇസ് ഡെൻസിറ്റി? എന്താ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു Mass by volume. Mass by volume. So if I know the mass, if I know the volume, I can find what is my density. അതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുവാണ് ഇത്ര ഉള്ള സംഭവം. ഞാൻ ആദ്യം ഒരു കുഴി ഉണ്ടാക്കും. ഞാൻ ഇങ്ങനെ ഒരു പ്ലേറ്റ് കൊണ്ട് വെച്ചിട്ട് ആ പ്ലേറ്റിന് നടുക്ക് ഒരു ഹോള് കാണും. അതിൽ നിന്ന് ഞാൻ മണ്ണ് വാരി എടുത്ത് ആ ലെയറിലെ മണ്ണ് വാരി എടുത്തിട്ട് ഒരു ചെറിയ കുഴി ഉണ്ടാക്കും. ആ കുഴിയിൽ നിന്ന് കിട്ടുന്ന സോയിലെല്ലാം ഞാൻ കളക്ട് ചെയ്യും. ഇതിന്റെ വെയിറ്റ് ഞാൻ നോക്കും. അപ്പൊ എനിക്ക് ഇവിടുന്ന് കിട്ടിയ മണ്ണിന്റെ വെയിറ്റ് അറിയാൻ പറ്റും. മനസ്സിലായോ? ഇവിടുന്ന് കിട്ടിയ മണ്ണിന്റെ വെയിറ്റ് അറിയാൻ പറ്റും. ഇനി എന്റെ കയ്യിൽ വേറൊരു എക്യുപ്മെന്റ് ഉണ്ട്. അതിനകത്തുള്ള സാൻഡ് ആയിരിക്കും. ഈ സാൻഡിന്റെ വോളിയം എനിക്കറിയാം. ഞാൻ എന്താ ചെയ്യുന്നത്? ഈ സാൻഡ് ഉള്ള പാത്രം ഈ കുഴിയുടെ മേളിൽ കൊണ്ട് വെച്ചിട്ട് ഓപ്പൺ ചെയ്യും. അപ്പൊ എന്ത് പറ്റും? ഇതിലെ സാൻഡ് ഈ കുഴി വന്ന് വീഴും. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, സോറി ഫോർ ഇൻകൺവീനിയൻസ്. നമ്മൾ പറഞ്ഞു വന്നത് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന സംഭവമാണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അപ്പൊ നമ്മൾ എന്നാ പറഞ്ഞു വന്നേ? ആദ്യത്തെ പടത്തിൽ നമുക്ക് മാസ് കിട്ടും, അല്ലെ? ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ നമ്മൾ മണ്ണ് വാരി എടുക്കും. ആ എടുക്കുന്ന മണ്ണിന്റെ വെയിറ്റ് എനിക്കറിയാം. പിന്നെ എന്നാ ചെയ്യേണ്ടത്? ഒരു പാത്രമുണ്ട്, പാത്രത്തിൽ സാൻഡ് ഉണ്ട്. ആ സാൻഡിന്റെ വോളിയം എനിക്കറിയാം. ആ വോളിയം അറിയാവുന്ന സാൻഡ് കൊണ്ട് അതിന്റെ മേളിൽ വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ സാൻഡ് കുഴിയിലോട്ട് വീഴും. അപ്പൊ ഡിഫറൻസ് ഇൻ വോളിയം എനിക്ക് കിട്ടും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നമുക്ക് ആകെ വേണ്ടത് എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ സിമ്പിൾ ആയിട്ട് പറയുവാണ്. ഇത് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം.
എനിക്ക് മാസ് വേണം, വോളിയം വേണം. മാസ് കിട്ടാൻ എന്താ ചെയ്യുന്നത്? ആ കുഴിക്കകത്തെ മണ്ണ് ഞാൻ വാരിയെടുത്തു, ഒരു ബാലൻസ് വെയിറ്റ് ബാലൻസ് കൊണ്ട് വെച്ചാൽ എനിക്ക് വെയിറ്റ് കിട്ടും, മാസ് കിട്ടും അല്ലേ? പിന്നെ എനിക്ക് വോളിയം അറിയാമായിരുന്ന ഒരു സാൻഡ് ഉള്ള പാത്രം കൊണ്ടുപോയിട്ട് അതിന്റെ മുകളിൽ വെക്കും, അത് റിലീസ് ചെയ്യും. അപ്പോൾ സാൻഡ് കുഴിക്കകത്തോട്ട് വീഴും, കുഴി നിറയും. അപ്പൊ ഞാൻ ഈ പാത്രം ലോക്ക് ചെയ്യും. ആ ഡിഫറൻസ് ഇൻ വോളിയം ആയിരിക്കും ആക്ച്വലി ഈ കുഴിയുടെ വോളിയം. അപ്പൊ എനിക്ക് വോളിയം കിട്ടി, മാസും കിട്ടി. മാസ് ബൈ വോളിയം ചെയ്യുമ്പോൾ ഡെൻസിറ്റി കിട്ടും. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഹലോ, മനസ്സിലായി? ഇനി ഒറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇവിടെ സാൻഡ് ഉപയോഗിക്കുന്നത്? ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു സാൻഡാണ് ഉപയോഗിക്കുന്നത്, ക്ലേ അല്ല, ലാറ്ററൈറ്റ് അല്ല, റോക്ക് അല്ല, സാൻഡാണ് ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ, സാൻഡിൽ പറഞ്ഞാൽ ഇപ്പൊ അരിപ്പൊടി ഇട്ടാലും ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഞാൻ ഈ സാൻഡ് അല്ലെങ്കിൽ അരിപ്പൊടി വേണമെന്നൊക്കെ പറയുന്നത്? വോയിഡ്സ് കുറവായത് കൊണ്ട്. ഓക്കെ, അത് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റില്ല. വേറെ റീസൺ പറയാൻ പറ്റുമോ? അതൊരു വാലിഡ് പോയിന്റ് ആണ്. അതൊരു തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ടില്ല. പിന്നെ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, നമ്മളിപ്പോ ഈ കുഴി എടുക്കുമ്പോൾ ഈ കുഴിക്ക് ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടാവണം നിർബന്ധമുണ്ടോ? നമ്മൾ ചുമ്മാ കൈയിട്ട് വാരി എടുക്കുക, ആ കുഴിക്ക് എന്തെങ്കിലും ഷേപ്പ് ഉണ്ടാവുമോ? ഒരിക്കലും ഒരു ഷേപ്പ് ഉണ്ടാവില്ല. അപ്പൊ അതിലേക്ക് ഞാൻ അഗ്രിഗേറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ കിട്ടുന്ന വോളിയം സെയിം ആണെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇപ്പൊ സാൻഡ് അല്ലെ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ആ മൊത്തം വോളിയം ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ കുഴിയുടെ കറക്റ്റ് വോളിയം എനിക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ സാൻഡ് വേണമെന്ന് പറഞ്ഞത്. അപ്പൊ മാസം ഉണ്ട്, വോളിയം ഉണ്ട്. എന്തുകൊണ്ടാണ്, ഇനി ഒറ്റ ചോദ്യം കൂടെ, എന്തുകൊണ്ടായിരിക്കും ഈ മെത്തേഡിനെ ഞാൻ സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് തന്നെ വിളിക്കുന്നത്? നിങ്ങൾ GT ഇത് പഠിക്കുമ്പോൾ ഓർത്തോണം, എന്തുകൊണ്ടായിരിക്കും ഇതിനെ ഞാൻ സാൻഡ് റീപ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്? ആക്ച്വലി ഉണ്ടായിരുന്ന മെറ്റീരിയലിനെ ഐ എം ഗോയിങ് ടു റീപ്ലേസ് ദാറ്റ് വിത്ത് സാൻഡ്. ആ കുഴിയിലേക്ക് ഞാൻ സാൻഡാണ് ഒഴിക്കുന്നത്. ആക്ച്വലി ഉണ്ടായിരുന്ന കുഴിക്കകത്തോട് അല്ലെ മെറ്റീരിയലിനകത്തോട് ഞാൻ സാൻഡ് ഇടുവാണ്. സോ ഐ എം ഗോയിങ് ടു റീപ്ലേസ് ദാറ്റ് മെറ്റീരിയൽ വിത്ത് സാൻഡ്. സോ ദിസ് ഇസ് നോൺ ആസ് സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്. ക്ലിയർ ആണോ? ഓക്കെ, ഇത് ഫണ്ടമെന്റൽ ആയിട്ടൊരു സാധനമാണ്. അതിനകത്ത് ഒരു വലിയ സംഭവങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇതിനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ലാബ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ വാല്യൂസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. പക്ഷെ ഇത് ഫണ്ടമെന്റലി ഇത്രേ ഉള്ളൂ സാധനം. നമ്മൾ കുഴിയിൽ നിന്ന് ഒരു സോയിൽ എടുക്കുന്നു, അതിന് മാസ് അറിയാം, അതിലേക്ക് നമ്മൾ സാൻഡ് ഇടുന്നു, ആ സാൻഡ് വോളിയം അറിയാം, മാസ് ബൈ വോളിയം ഡെൻസിറ്റി, ഇത്രേ ഉള്ളൂ. ഓക്കെ, നൗ we are moving on to the next layer, that is our base layer. നമ്മൾ ആദ്യം സബ്ഗ്രിഡിന്റെ കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞ ശേഷം നമ്മൾ GSBയുടെ കാര്യം പറഞ്ഞു. Now we are talking about WBM. Okay, WBM ഉണ്ട്, വെറ്റ് മിക്സ് ഉണ്ട്. രണ്ടും ബേസ് ലെയറിന്റെ എക്സാമ്പിളാണ്. ഓക്കെ, നിങ്ങൾ രണ്ടിന്റെയും റിക്വയർഡ് ടെസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒറ്റ വ്യത്യാസമുണ്ട്, നോക്കിയിട്ട് പറയാമോ? അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ, ഗ്രേഡിങ്, അതൊക്കെ ഉണ്ട്. എന്തായിരിക്കാം ഒറ്റ വ്യത്യാസം ഉള്ളത്? അറ്റർബർഗ് ലിമിറ്റ്സ്, അതിനകത്ത് വലിയ കാര്യമില്ല. രണ്ടിനകത്തും അറ്റർബർഗ് ലിമിറ്റ്സ് വേണമെന്നുള്ളതേ ഉള്ളൂ. അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ WBM ആണ് പണ്ടുണ്ടായിരുന്നത്, അതിനോട് ഇത് ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ നേരത്തെയും അറ്റർബർഗ് വേണമായിരുന്നു, ഇപ്പോഴും അറ്റർബർഗ് വേണമായിരുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ഈ അറ്റർബർഗ് ലിമിറ്റ്സ് എന്നുള്ള ടെസ്റ്റ് 425 മൈക്രോൺ CV കൂടെ പാസ് ചെയ്തതിന് മാത്രമേ പറ്റുള്ളൂ. വളരെ ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽ ചെയ്യുന്ന ടെസ്റ്റ് ആണ് അറ്റർബർഗ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ 425 എന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ, ആക്ച്വലി അത് അവിടെ നോൺ ആണ്, അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ അതൊരു വ്യത്യാസമല്ല. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് കോമ്പാക്റ്റഡ് ലെയർ. ഓക്കെ, മുന്നേ ഈ ഡെൻസിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു പതിവില്ലായിരുന്നു. WBM ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് അങ്ങനെ ഡെൻസിറ്റി ചെക്ക് ചെയ്യണം, ഡെൻസിറ്റിക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ലായിരുന്നു. ഈ വെറ്റ് മിക്സ് വന്നതിന് ശേഷമാണ് ഡെൻസിറ്റിക്ക് കൂടുതൽ റെലവൻസ് വന്നത്. പക്ഷെ അപ്പോഴത്തേക്കിനും വാട്ടർ ബോൺ മെക്കാഡം ഔട്ട്ഡേറ്റഡ് ആയി, അതുകൊണ്ട് തന്നെ അത് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ പിന്നെ ഡെൻസിറ്റി എഴുതി ചേർക്കേണ്ട ആവശ്യമില്ല. ഫണ്ടമെന്റലി രണ്ടിനും ഉപയോഗിക്കുന്ന ടെസ്റ്റുകളെല്ലാം സെയിം ആണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എന്തായിരിക്കും അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ? അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെങ്ത് ടെസ്റ്റ് ആണോ അതോ ഷേപ്പ് ടെസ്റ്റ് ആയിരുന്നോ? അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ, അത് അഗ്രിഗേറ്റിന്റെ സ്ട്രെങ്ത് നോക്കുന്ന ഒരു ടെസ്റ്റ് ആണ് അല്ലേ? ഇനി ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്
അതിന്റെ സൈസ് നോക്കുന്നതാണ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി കമ്പൈൻ ഫ്ലേക്ക്നെസ് ആൻഡ് ഇലോങ്ങേഷൻ അതെന്ത് ടെസ്റ്റ് ആയിരിക്കും? അത് ഷേപ്പ് ടെസ്റ്റ് ആണ്. നമുക്ക് ഫണ്ടമെന്റലി 2 ടെസ്റ്റുകളെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ സ്ട്രെങ്ത് ടെസ്റ്റ്, ഷേപ്പ് ടെസ്റ്റ്, അതുപോലെ സൈസ് ടെസ്റ്റ്, ഇങ്ങനെ 3ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സൈസിന്റെ വരുന്നതാണ്, കമ്പൈൻ ഫ്ലേക്ക്നെസ് ഇലോങ്ങേഷൻ ഷേപ്പിൽ വരുന്നതാണ്, ഇമ്പാക്ട് വാല്യൂ സ്ട്രെങ്തിൽ വരുന്ന കാര്യമാണ്. പിന്നെ അറ്റർബർഗ് ലിമിറ്റ്സ് അത് ഞാൻ പറഞ്ഞു, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊന്നും ഇവിടെ വലിയ സിഗ്നിഫിക്കൻസ് ഇല്ലെന്ന് ഞാൻ പറയാൻ കാര്യം, ഈ 425 മൈക്രോൺ സീവ് ചെയ്തതിന് മാത്രമേ അറ്റർബർഗ് ലിമിറ്റ്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 425 മൈക്രോണിൽ പാസ് ചെയ്യുന്നത് മെറ്റീരിയലിന് മാത്രമേ നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു വെറ്റ് മിക്സിൽ എത്ര ശതമാനം കാണും ഈ 425 കൂടെ പാസ് ചെയ്യുന്നത്? കൂടിപ്പോയാൽ ഒരു 2%. അതുകൊണ്ട് തന്നെ GSBയിൽ അറ്റർബർഗ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ല. ഇവിടെയും ഡെൻസിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ടായിരിക്കും ഈ ഡെൻസിറ്റി ഇത്ര ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാര്യം എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കാം ഡെൻസിറ്റി ഇത്ര ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാര്യം? ഡെൻസിറ്റി കൂടുമ്പോൾ സ്ട്രെങ്ത് കൂടുമല്ലേ? തീർച്ചയായിട്ടും ഡെൻസിറ്റി കൂടുമ്പോൾ അതിന്റെ അഗ്രിഗേറ്റ് അറേഞ്ച്മെന്റ് വ്യത്യാസം ഉണ്ടാവും, അതിന് സ്ട്രെങ്ത് കൂടും, അതിന് CBR കൂടും. ആക്ച്വലി ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ബൈ ഡീഫോൾട്ട് CBR കൂടുതലായിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല ടൈപ്പ് ഓഫ് റോളേഴ്സ് ഉണ്ട് അല്ലെ. സ്റ്റാറ്റിക് റോളേഴ്സ് ഉണ്ട്. റോളേഴ്സിന്റെ പറയുവാണെങ്കിൽ സ്റ്റാറ്റിക് റോളേഴ്സ് ഉണ്ട്, ന്യൂമാറ്റിക് റോളേഴ്സ് ഉണ്ട്, വൈബ്രേറ്ററി റോളേഴ്സ് ഉണ്ട്. നമ്മളിപ്പോഴും ഈ സ്റ്റാറ്റിക് റോളറാണ് ഉപയോഗിക്കുന്നത്. ഇത് മാറ്റിയിട്ട് വൈബ്രേറ്ററി ആക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ റോഡുകൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. സ്റ്റാറ്റിക് റോളർ മാറ്റി വൈബ്രേറ്ററി റോളർ ആക്കി എന്ത് പറ്റും? ഇതിന്റെ കോമ്പാക്ഷൻ ഇംപ്രൂവ് ചെയ്യും, ഡെൻസിറ്റി ഇംപ്രൂവ് ചെയ്യും, CBR ഇംപ്രൂവ് ചെയ്യും, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. പക്ഷെ നമ്മളത് കൊണ്ടുവരാത്തതിന് കാരണം എന്നറിയോ? ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് അവാർഡ് ചെയ്യുമ്പോൾ അവിടെ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ വൈബ്രേറ്ററി റോളർ യൂസ് ചെയ്യണമെന്ന് പറയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പൊ പോലും അത് പറയാത്തതിന് കാരണം എന്നറിയാവോ? റോഡ് പണിയാൻ പോവാണ്, അടുത്തുള്ള സ്ട്രക്ചേഴ്സിനൊക്കെ ഇല്ല അത്രയ്ക്കൊന്നും ഇല്ല. അങ്ങനത്തെ വൈബ്രേഷൻ ഒന്നും ഇതിനകത്ത് വരത്തില്ല. അങ്ങനത്തെ ഒരു സ്ട്രക്ചറിന് ബുദ്ധിമുട്ട് വരുന്ന പോലത്തെ വൈബ്രേഷൻ ഒന്നും ഇല്ല. പിന്നെന്തുകൊണ്ടായിരിക്കാം? എന്തെങ്കിലും ഐഡിയ? കോസ്റ്റ് കുറയ്ക്കാനല്ല, ഇതിനകത്ത് ഭയങ്കര പൊളിറ്റിക്കൽ പ്രഷേഴ്സ് ഉണ്ടാവും. അതായത് ഒരു എടുക്കുന്ന കോൺട്രാക്ടറിന് ഒരു വൈബ്രേറ്ററി റോളർ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ വൈബ്രേറ്ററി റോളർ എന്ന് പറഞ്ഞാൽ മൊത്തം കോൺട്രാക്ടേഴ്സിൽ 10% ആൾക്കാർക്ക് പോലും ഇതില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് നമ്മുടെ കോൺട്രാക്റ്റിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നത്. ഒരു സാധാരണ റോഡ് പണിയുമ്പോൾ ഇത് എടുക്കുന്ന കോൺട്രാക്ടറിന് എക്യുപ്മെന്റ്സ് വേണം, മെഷീനറി വേണം, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഹയർ ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുതലാവത്തില്ല. മനസ്സിലായോ? അപ്പൊ ആ ഒരു മെഷീനറിയുടെ കുറവ് കൊണ്ടാണ് പലപ്പോഴും നമ്മളിത് മാൻഡേറ്ററി ആക്കാത്തത്. പക്ഷെ ഇതിനൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഇതിന്റെ ടെക്നിക്കൽ സൈഡൊക്കെ റിവീൽ ആയി കഴിയുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. എന്തായാലും ശരി, നമ്മൾ ഒരു പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കോമ്പാക്ഷൻ വ്യത്യാസം ഉണ്ടായാൽ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാറ്റിക് റോളർ, ഇഫ് ഐ എം യൂസിംഗ് വൈബ്രേറ്ററി റോളർ, my density will improve, automatically my shear strength, CBR, everything will improve, which will result in improved performance. ഇതാണ് വാട്ടർബോൺ മെക്കാഡം അല്ലെങ്കിൽ വെറ്റ് മിക്സ് മെക്കാഡത്തിൽ ചെയ്യേണ്ട ടെസ്റ്റുകൾ. ഇനി നമ്മുടെ കോഡിൽ ഒന്നും പറയുന്നതിനകത്ത് കാര്യമാണ്, പക്ഷെ എല്ലായിടത്തും ചെയ്യുന്ന സംഭവമാണ്. എന്തായിരിക്കും ഇവിടെ ചെയ്യുന്നത്? നിങ്ങളുടെ സർവേ ഒക്കെ ചെയ്ത പിള്ളേരല്ലേ, എന്തായിരിക്കും ഇവിടെ ചെയ്യുന്നത്? ലെവലിംഗ്. എന്താ ലെവലിംഗ് ചെയ്യുന്നത് റോഡ് പണിയുമ്പോൾ? ഈ പടത്തിൽ കാണിക്കുന്നത് നമ്മൾ ആലപ്പുഴ ചെയ്ത വർക്കാണ്. ഇത് ഇമൾസിഫൈഡ് ബേസ് എന്ന് പറയും. സാധാരണ വെറ്റ് മിക്സിനകത്തോട്ട് ഇമൾഷൻ ഒഴിച്ചു കഴിയുമ്പോൾ ബൗണ്ട് ആവും. ഇതിന് പറയുന്ന പേരാണ് ഇമൾസിഫൈഡ് ബേസ്. എന്റെ ചോദ്യം, എന്തിനാണ് ഇവിടെ നമ്മൾ ലെവൽ നോക്കുന്നത്? ഇത് ആര് പറഞ്ഞില്ലെങ്കിലും എല്ലാ റോഡുകളിലും ചെയ്യുന്ന ടെസ്റ്റാണ് ലെവലിംഗ്. എന്തിനാണ് ലെവലിംഗ് ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഈ സർവേ പഠിക്കുന്ന പിള്ളേരുടെ പറഞ്ഞത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും അറിയാൻ വേണ്ടി സർവേ അറിയാമെങ്കിൽ ജോലി ചെയ്ത് ജീവിച്ചു പോകാം. എല്ലായിടത്തും ചെയ്യുന്ന കാര്യമാണ്. എന്റെ ചോദ്യം, why do we do leveling in a construction site or a road construction site? വാട്ടർ എവിടെയാ കിടക്കാൻ ചാൻസ് ഉള്ളതെന്ന് അറിയാം. ഓക്കെ, അത് അത്രയ്ക്കൊന്നും നമ്മുടെ നാട് പുരോഗമിച്ചിട്ടില്ല. അതൊരു കാരണം, ഒരു സംഭവമായിരിക്കാം, ശരി. പക്ഷെ അതല്ല ഇവിടുത്തെ കാര്യം. ഞാൻ ഇന്നത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു നിങ്ങളോട് പറഞ്ഞ ടേമുണ്ട്, BOQ. ഓർക്കുന്നുണ്ടോ? BOQ എന്ന് ഓർക്കുന്നുണ്ടോ? ഇന്നത്തെ ക്ലാസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ ബിൽ ഓഫ് ക്വാണ്ടിറ്റി. എന്തായിരുന്നു സംഭവം ബിൽ ഓഫ് ക്വാണ്ടിറ്റി? അതായത് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പേയ്മെന്റ് എങ്ങനെയാണ്? ഞാൻ അവിടെ കൊണ്ടുപോകുന്ന മെറ്റീരിയലിന് ആ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഐ മേക്ക് ദ പേയ്മെന്റ്.
അപ്പൊ സപ്പോസ് ഇപ്പൊ നമ്മളുടെ റോഡ് പണിയാൻ ഈ ഒരു ലെയർ പണിയാനായിട്ട് 150 mm ആണ് പണിയാൻ പറഞ്ഞിരിക്കുന്നത്. ഈസ് ആസ്ക്ഡ് ടു കൺസ്ട്രക്ട് emulsified base layer having a thickness of 150 mm. Having a thickness of 150 mm. ഓക്കെ, ഈ 150 mm ഉണ്ടെങ്കിൽ മാത്രമേ ഇയാൾക്ക് പൈസ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് കോൺട്രാക്ടറിന്റെ ആവശ്യമാണ്. ലെവലിംഗ് ചെയ്ത് ആ ലെവൽ അച്ചീവ് ചെയ്യുന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ലെവലിംഗ് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. ഇനി ഈ തിക്നെസ് അച്ചീവ് നോക്കണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതൊരു മാന്തി നോക്കാം അല്ലെ, ഇത് വേണേൽ പൊളിച്ചിട്ട് നോക്കാം. പക്ഷെ അത് സയന്റിഫിക് മെത്തേഡ് അല്ല. അതുകൊണ്ട് തന്നെ ലെവലിംഗിന്റെ ഫണ്ടമെന്റൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ I have to ensure whether that pavement is constructed with that thickness designed as per your BOQ. പറഞ്ഞാലും മനസ്സിലായോ? ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ സംഭവത്തിലൊന്നും ഇല്ല. നിങ്ങൾ നേരത്തെ സ്പെസിഫിക്കേഷനിലൊന്നും തിക്നെസ് നോക്കണം എന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ റോഡ് പണിയിലും തിക്നെസ് നോക്കും. ബിക്കോസ് ദ പേയ്മെന്റ് ഇസ് ഡൺ ബേസ്ഡ് ഓൺ BOQ, where you have to ensure that the required quantity of material is available at the site. അതാണ് ലെവലിംഗിന്റെ ആവശ്യം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം കെട്ടിക്കിടണമെന്ന് അറിയാൻ പറ്റും. പക്ഷെ അതൊന്നും ഇപ്പൊ നമ്മുടെ ഒരു പിക്ചറിൽ ഇല്ല. ഇപ്പൊ നമ്മൾ ആ ക്വാണ്ടിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെവലിംഗ് ചെയ്യുന്നത്. ലെവലിംഗ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ആ ഡിഫറൻസ് ഇൻ തിക്നെസ് അറിയാം. ഡിഫറൻസ് ഇൻ തിക്നെസ് അറിയാം, വിഡ്ത്തും അറിയാമെങ്കിൽ അവിടെ അത്രയും ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. മനസ്സിലായോ? സാർ ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. നമ്മളപ്പോ ഇതിന്റെ ഓരോ സ്റ്റേജിലും ഇത് ചെയ്യുമോ, അതോ മൊത്തം വർക്ക് കഴിഞ്ഞിട്ടില്ല? ആദ്യം ചെയ്യുന്നത് ലെവലിംഗ് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്ന ലെവൽ. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മള് റീബിൽഡ് കേരളയ്ക്ക് വേണ്ടി നമ്മുടെ പിള്ളേർ സർവേ ചെയ്തെന്ന് പറഞ്ഞില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മുടെ പിള്ളേർ സർവേ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് അവർ ചെയ്യുന്ന ഒരു കാര്യം, ഈ റോഡിന്റെ ലെങ്ത് അളക്കുകയാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ആ റോഡിന്റെ ഇപ്പോഴത്തെ ലെവൽ അവർ അളക്കുക വെച്ചിരിക്കുന്നത്. ഇപ്പം റോഡിന്റെ ലെവൽ എന്താണ്, അടുത്ത ലെയർ പണിത് കഴിയുമ്പോൾ എത്രയാവും. അപ്പൊ ഒരു റോഡ് പണിയുന്നതിന് മുന്നേ അവിടുത്തെ ലെവൽ ചെക്ക് ചെയ്യും, അടുത്ത ലെയർ കഴിയുമ്പോൾ ചെക്ക് ചെയ്യും. ഓരോ ലെയർ കഴിയുമ്പോഴും ചെക്ക് ചെയ്താണ് പോകുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്, ഇന്ത്യയിൽ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത് നിലവിൽ. അതല്ല ചോദിച്ചത്, ഓരോ ലെയർ കഴിയുമ്പോൾ ചെക്ക് ചെയ്യുമെന്ന്. തീർച്ചയായിട്ടും ഓരോ ലെയർ കഴിയുമ്പോൾ ചെക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ GSPയുടെ പറഞ്ഞു. ഇനി നമ്മൾ ബിറ്റുമിനസ് സർഫസിലേക്ക് വരുവാണ്. ബിറ്റുമിനസ് സർഫസിലേക്ക് വരുമ്പോൾ ആദ്യം പറയേണ്ടത് പ്രൈം കോട്ട്, ടാഗ് കോട്ട്, ഫോക്ക് സീലിനെ പറ്റി പറഞ്ഞിട്ടില്ല, അതിൽ ഇമ്പോർട്ടൻ്റ് അല്ല. അറ്റ്ലീസ്റ്റ് പ്രൈം കോട്ട്, ടാഗ് കോട്ട് നോക്കുമ്പോൾ അവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒന്നിന്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ബൈൻഡർ. ക്വാളിറ്റി ഓഫ് ബൈൻഡർ നോക്കണം. അതുപോലെ ബൈൻഡർ ടെമ്പറേച്ചർ ഫോർ ആപ്ലിക്കേഷൻ, റേറ്റ് ഓഫ് ബൈൻഡർ, റേറ്റ് ഓഫ് സ്പ്രെഡ് ഓഫ് ബൈൻഡർ. ഇതൊന്നും ചെയ്യാറില്ല കേട്ടോ, ആക്ച്വൽ പ്രാക്ടീസിൽ ചെയ്യാറില്ല. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിച്ചാൽ നിങ്ങൾ അറിയണം. ക്വാളിറ്റി ഓഫ് ബൈൻഡർ വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്വാളിറ്റി ഓഫ് ബൈൻഡറും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ കറണ്ട് പ്രാക്ടീസ് അനുസരിച്ച് ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇനി സീൽ കോട്ട് അഥവാ സർഫസ് ഡ്രസ്സിംഗ്. സർഫസ് ഡ്രസ്സിങ്ങിനെ പറ്റി നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. സർഫസ് ഡ്രസ്സിങ്ങിന്റെ പ്രത്യേകത എന്തായിരുന്നു, അതിൽ ഓർക്കുന്നുണ്ടോ? സർഫസ് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞൊരു വേറിംഗ് കോഴ്സ് ആണ്. വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് സർഫസ് ഡ്രസ്സിംഗ്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? What is the single sized aggregates? സിംഗിൾ സൈസ്ഡ് അഗ്രിഗേറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അതൊക്കെയാണ് സർഫസ് ഡ്രസ്സിങ്ങിന്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ നേരത്തെ കണ്ടപ്പോൾ ടെസ്റ്റുകളുടെ എണ്ണം 4 or 5 ഉള്ളൂ. ഈ ബിറ്റുമിനസ് ലെയറിലേക്ക് വരുമ്പോൾ ടെസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലായിട്ട് വരുന്നു. എന്തുകൊണ്ടായിരിക്കാം ടെസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ഏറ്റവും ക്വാളിറ്റി വേണ്ട ലെയർ. തീർച്ചയായിട്ടും ഏറ്റവും ക്വാളിറ്റി വേണ്ടത് സർഫസ് ലെയർ ആണ്. ഏറ്റവും ക്വാളിറ്റി വേണ്ടതും അതേപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ കാശ് ഇറക്കുന്നതും ഇവിടെയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ടെസ്റ്റുകളുടെ എണ്ണം കൂടുന്നത്. അപ്പൊ നമുക്ക് ടെസ്റ്റുകൾ അതൊക്കെ ജസ്റ്റ് നോക്കി പോവാം. ക്വാളിറ്റി ഓഫ് ബൈൻഡർ വേണം. ക്വാളിറ്റി ഓഫ് ബൈൻഡർ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാമോ? നമുക്കിപ്പോൾ നിലവിലുള്ള ബൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ BG10 ഉണ്ട്, BG20 ഉണ്ട്, BG30 ഉണ്ട്, BG40 ഉണ്ട്. ഇതിൽ ഏത് ബൈൻഡർ വെച്ചിട്ടാണ് പണിയുന്നത്, അതാണ് ക്വാളിറ്റി ഓഫ് ബൈൻഡർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ ആൻഡ് ലോസഞ്ചൽ സെപ്പറേഷൻ, അതൊക്കെ എല്ലായിടത്തും കോമൺ ആണ്. കമ്പൈൻഡ് ഫ്ലേക്ക്നെസ് ആൻഡ് ഇലോങ്ങേഷൻ, അതും കോമൺ ആണ്. സ്ട്രിപ്പിംഗ് വാല്യൂ ഓഫ് അഗ്രിഗേറ്റ്സ്, എന്തായിരിക്കും സ്ട്രിപ്പിംഗ് വാല്യൂ ഓഫ് അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ? സ്ട്രിപ്പിംഗ് വാല്യൂ കേട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും, അതായത് ഒരു അഗ്രിഗേറ്റും ബിറ്റുമിനും കോട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിൽ കൊണ്ടിടും. അപ്പോൾ വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് നമ്മൾ 24 hours കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ബിറ്റുമിൻ പൊളിഞ്ഞു പോയെന്ന് നോക്കും. ബിറ്റുമിൻ പൊളിഞ്ഞു പോയെങ്കിൽ ഇറ്റ് ഇസ് പ്രോൺ ടു സ്ട്രിപ്പിംഗ്. മഴ പെയ്യുമ്പോൾ അതിൽ നിന്ന് ബിറ്റുമിൻ പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. അതുപോലെ വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് അഗ്രിഗേറ്റ്സ്,
അതൊക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ്. പക്ഷെ വാട്ടർ സെൻസിറ്റിവിറ്റി ഓഫ് മിക്സ് ഒന്നും ചെയ്യാറില്ല. ഗ്രേഡിങ് ഓഫ് അഗ്രിഗേറ്റ്സ് കോമൺ ആണ്. പിന്നെ സൗണ്ട്നെസ് പോളിഷ്ഡ് സ്റ്റോൺ ഒന്നും ചെയ്യാറില്ല. ബിക്കോസ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള അഗ്രിഗേറ്റ്സിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ടെമ്പറേച്ചർ ഓഫ് ബൈൻഡർ ഇൻ ബോയിലർ, അഗ്രിഗേറ്റ് ഇൻ ഡ്രയർ ആൻഡ് മിക്സ് അറ്റ് ദ ടൈം ഓഫ് ലേയിങ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടായിരിക്കാം? ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ടെമ്പറേച്ചർ ഓഫ് ബൈൻഡർ ഇൻ ബോയിലർ, അഗ്രിഗേറ്റ് ഇൻ ഡ്രയർ ആൻഡ് മിക്സ് അറ്റ് ദ ടൈം ഓഫ് ലേയിങ് ആൻഡ് കോമ്പാക്ട്. ഇത് ശരിക്കും നമ്മളൊരു സർഫസ് ലെയർ പണിയുമ്പോൾ നിർബന്ധമായിട്ട് നോക്കേണ്ട ഒരു സാധനമാണ്. എന്തുകൊണ്ടായിരിക്കാം? ലേയിങ്ങിന്റെ സമയത്ത് ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ബിറ്റ്വീൻ നല്ലപോലെ എഫക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യാം. പാക്കറ്റില്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു മിക്സിങ്ങിന്റെ സമയത്തും അത് ലേയിങ്ങിന്റെ സമയത്തും ഒക്കെ ടെമ്പറേച്ചർ നോക്കണം. കാരണം ടെമ്പറേച്ചർ താഴ്ന്നു കഴിഞ്ഞാൽ ഇതിന്റെ കോമ്പാക്റ്റഡ് ആവാനുള്ള പോസിബിലിറ്റി കുറഞ്ഞു വരുവാണ്. അതുകൊണ്ട് തന്നെ മിക്സിംഗ് ആൻഡ് കോമ്പാക്ഷൻ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും ആരും നോക്കാറില്ല കേട്ടോ. ഈ ഫീൽഡിൽ പോയിട്ട് ടെമ്പറേച്ചർ നോക്കുന്ന ഒന്നുമില്ല. പക്ഷെ മിക്സിൽ പ്ലാന്റിൽ നോക്കും. ഉണ്ടാക്കുന്ന സമയത്ത് പ്ലാന്റ് ഓപ്പറേറ്റേഴ്സ് നോക്കാറുണ്ട്. കാര്യം അവർ ഒരു വളരെ കോസ്റ്റ്ലി അഫെയറാണ് ചെയ്യുന്നത്. അവർക്ക് ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റിൽ ടെമ്പറേച്ചർ നോക്കാറുണ്ട്. പക്ഷെ ഫീൽഡിൽ പലപ്പോഴും നമ്മൾ നോക്കാറില്ല. നമ്മൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ ചെയ്യാറാണ് നമ്മുടെ പതിവ്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു സർഫസ് ലെയർ, സർഫസ് ഡ്രസ്സിങ് പോലത്തെ ഒരു ലെയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം. ഇനി നമുക്ക് സർഫസ് ഡ്രസ്സിങ് മാത്രമല്ല ഉള്ളത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സർഫസ് ഡ്രസ്സിങ് ഉണ്ട്, BC ഉണ്ട്. ഏതിനായിരിക്കും കൂടുതൽ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ഉള്ളത്? സർഫസ് ഡ്രസ്സിങ്ങിനായിരിക്കും, BCക്ക് ആയിരിക്കും? സർഫസ് ഡ്രസ്സിങ് പറഞ്ഞു, നമ്മൾ ഇനി BCയിലേക്കാണ് പോകുന്നത്. ഞാൻ ചോദിക്കുന്നത്, BCയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടെസ്റ്റുകളുടെ എണ്ണം കുറയാനാണോ സാധ്യത, കൂടാനാണോ സാധ്യത? തീർച്ചയായിട്ടും കൂടും. നമ്മൾ പണിയുന്ന ലെയറിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് കൂടുന്നതനുസരിച്ച് ടെസ്റ്റുകളുടെ എണ്ണം കൂടി വരും അല്ലെ? ഇപ്പൊ സർഫസ് ഡ്രസ്സിങ്ങിന് മിക്സ് ഡിസൈൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? സർഫസ് ഡ്രസ്സിങ്ങിന് മിക്സ് ഡിസൈൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ആർക്കാണ് മിക്സ് ഡിസൈൻ്റെ ആവശ്യം? BC, ഡെൻസ് ലെയർ ആയ BC അല്ലെ DBM, അവർക്കൊക്കെയാണ് ഈ പറഞ്ഞ നമ്മുടെ മിക്സ് ഡിസൈൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ കോസ്റ്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ ടെസ്റ്റുകളുടെ എണ്ണവും കൂടി വരും. അതൊരു ഫണ്ടമെന്റൽ ലോജിക്കാണ്. അപ്പം സീൽ കോട്ടിനെ പറ്റി പറഞ്ഞു. ഇനി അടുത്ത് ഞാൻ ഇതിൽ പറഞ്ഞു നിർത്തിയാൽ തൽക്കാലത്തേക്ക് ഓപ്പൺ ഗ്രേഡഡ് പ്രീമിക്സ് സർഫസിങ് ഓർ ക്ലോസ് ഗ്രേഡഡ് പ്രീമിക്സ് സർഫസിങ്. ഇവിടെയും ടെസ്റ്റുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാര്യം ഇതും വളരെ ചീപ്പായിട്ടുള്ള സംഭവമാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ക്വാളിറ്റി ഓഫ് ബൈൻഡർ നോക്കണം. ഞാൻ പറഞ്ഞു ഇമ്പാക്ട് വാല്യൂ, കമ്പൈൻ ഫ്ലേക്ക്നെസ്, സ്ട്രിപ്പിംഗ്, വാട്ടർ അബ്സോർപ്ഷൻ, ഇതെല്ലാം കോമൺ ടെസ്റ്റുകളാണ്. ഇതൊക്കെ എല്ലായിടത്തും ചെയ്യേണ്ട ടെസ്റ്റുകളാണ്. അതൊക്കെ ഇവിടെ നമ്മൾ ചെയ്യണം. പിന്നെ സൗണ്ട്നെസ്, പോളിഷ്ഡ് സ്റ്റോൺ, അതൊന്നും ചെയ്യാറില്ല. പിന്നെ ടെമ്പറേച്ചർ, ബൈൻഡർ കണ്ടന്റ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ നിലവിലത്തെ അവസ്ഥയിൽ OGPCക്ക് നമ്മൾ ആകെ കറക്റ്റ് ആയിട്ട് നോക്കുന്നത് ബൈൻഡർ കണ്ടന്റ് ആണ്. എങ്ങനെയായിരിക്കും ഈ ബൈൻഡർ കണ്ടന്റ് നമുക്കൊന്ന് പറയാൻ പറ്റുമോ? ഒരു ഐഡിയ എങ്ങനെയായിരിക്കാം നമ്മളിപ്പോ ഇതിന്റെ ബൈൻഡർ കണ്ടന്റ് നോക്കുന്നത്? ഞാൻ നേരത്തെ BC പറ്റി അല്ല പ്രീമിക്സ് കാർപ്പറ്റിനെ പറ്റി പറഞ്ഞു 10 m² ആണെങ്കിൽ ഒരു 19 കിലോഗ്രാം ബിറ്റുമിൻ ഒഴിക്കണം സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഈ 19 കിലോഗ്രാം ഉണ്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയുന്നേ? ഇനി ഐഡിയ? 19 കിലോഗ്രാം ബിറ്റുമിൻ പറഞ്ഞു. നമ്മളൊരു സെക്ഷൻ എടുത്തിട്ടേ അതൊന്ന് ഹീറ്റ് ചെയ്ത് ബിറ്റുമിൻ വേർപെടുത്തുവാണെങ്കിൽ അറിയാൻ പറ്റുമോ? അതന്നെ സംഭവം. പക്ഷെ ഒരിക്കലും നമുക്ക് ഫീൽഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡിൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ഇത് എടുത്തോണ്ട് വന്നിട്ട് ലാബിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഹീറ്റ് ചെയ്യാം. അതിനേക്കാൾ ഈസി ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസീൻ ഉണ്ടല്ലോ. ബെൻസീൻ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? ഈ ബെൻസീൻ ഈ മിക്സിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിലെ ബിറ്റുമിൻ മൊത്തം അങ്ങ് മാറിപ്പോകും, അല്ലെങ്കിൽ അതിൽ നിന്ന് വേർപെട്ട് ഒഴുകിപ്പോകും. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ മിക്സ് എടുക്കും, മിക്സിലേക്ക് ബെൻസീൻ ഒഴിക്കും. ബെൻസീൻ ഒഴിച്ച് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴുകി വിട്ടാൽ ആ അഗ്രിഗേറ്റ് ഇരിക്കുന്ന ബിറ്റുമിൻ മൊത്തം പോകും. അതിന് പറയുന്ന പേരാണ് ബിറ്റുമിൻ എക്സ്ട്രാക്ഷൻ ടെസ്റ്റ്. നമ്മൾ കോളേജിൽ ഇഷ്ടം പോലെ ചെയ്യുന്നതാണ് ബിറ്റുമിൻ എക്സ്ട്രാക്ഷൻ ടെസ്റ്റ് എന്ന് പറയും. ഇത്ര ഉള്ള സംഭവം. ബെൻസിൻ എടുക്കുക. ആദ്യം നമ്മളൊരു 500 ഗ്രാം ഓഫ് മിക്സ് എടുക്കും. സൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന 500 ഗ്രാം മിക്സ് എടുക്കും. അതിലേക്ക് ബെൻസിൻ ഒഴിക്കും, വെള്ളം ഒഴിച്ചിട്ട് കഴുകി വിടും. ഒരു 3 പ്രാവശ്യം ബെൻസിൻ ഒഴിക്കും, വെള്ളം ഒഴിച്ച് കഴുകി വിടും.
അപ്പൊ ആ ബിറ്റുമിൻ മൊത്തം അതിൽ നിന്ന് ഒലിച്ചു പോകും. ബാക്കി വരുന്നത് ഒരു 470 ഗ്രാം അഗ്രിഗേറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഗ്രാം ബിറ്റുമിൻ ഉണ്ട്? 30 ഗ്രാം. 30 ഗ്രാം ബിറ്റുമിൻ ആണ്. അങ്ങനെയാണ് ഇപ്പം ഇതിനകത്തൊക്കെ ചെയ്യുന്നത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, പ്രീമിയസ് കാർപ്പറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിന് നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടെസ്റ്റുകൾ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ ബിറ്റുമിൻ എക്സ്ട്രാക്ഷൻ എന്നുള്ള ടെസ്റ്റ് ചെയ്യും. സംഭവം ഒന്നുമില്ല, ആ മിക്സ് എടുക്കുന്നു, ബെൻസിൻ ഒഴിക്കുന്നു, കഴുകി വിടുന്നു, 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ബിറ്റുമിൻ മൊത്തം ഒലിച്ചു പോകും. ബാക്കിയുള്ളത് അഗ്രിഗേറ്റ്സ് ആയിരിക്കും. അപ്പൊ ആ ഡിഫറൻസ് ആണ് ഇവിടുത്തെ ബിറ്റുമിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. അപ്പൊ നമ്മൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. നമുക്ക് ഇനി ബാക്കിയുള്ളത് ഡെൻസ് സർഫസ് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ എക്യുപ്മെന്റ്സ് ഫോർ കൺസ്ട്രക്ഷൻ, ആ 2 ടോപ്പിക്കാണ് ഉള്ളത്. അപ്പൊ ഈ ആഴ്ച കൊണ്ട് നമുക്ക് മൊഡ്യൂൾ 3 തീർക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓരോ ലെയറിലും ചെയ്യേണ്ട ടെസ്റ്റുകളുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ സബ്ഗ്രേഡ് ആണ് പണിയുന്നതെങ്കിൽ സബ്ഗ്രേഡിൽ നമ്മൾ അതിന്റെ ഡെൻസിറ്റി നോക്കണം, CPR വാല്യൂ നോക്കണം. When you are moving on to the GSP layer, of course നമ്മൾ ലെയർ കൂടുന്തോറും അതിന്റെ കോസ്റ്റ് കൂടും, ടെസ്റ്റുകളുടെ എണ്ണം കൂടും. GSP വരുമ്പോൾ ഗ്രഡേഷൻ നോക്കണം, അഗ്രിഗേറ്റിന്റെ സ്ട്രെങ്ത്, ഷേപ്പ്, സൈസ് ഒക്കെ നോക്കണം. പിന്നെ നമ്മൾ നമ്മുടെ സർഫസ് ലെയറിലേക്ക് വരുമ്പോൾ പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സപ്പോസ് ഒരു പ്രീമിയസ് കാർപ്പറ്റ് പോലത്തെ ഒരു കോസ്റ്റ് കുറഞ്ഞ ആണെന്നുണ്ടെങ്കിൽ അവിടെ ബിറ്റുമിൻ കണ്ടന്റ്, ടെമ്പറേച്ചർ ഒക്കെ നോക്കിയാൽ മാത്രം മതി. പക്ഷേ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു BC അല്ലെ DBM പോലത്തെ ഡെൻസ് മിക്സ് ആയിട്ടുള്ള സർഫസുകൾ ചെയ്യുമ്പോൾ ദേ ആർ ആക്ച്വലി കോസ്റ്റ്ലി. ദ നമ്പർ ഓഫ് ടെസ്റ്റ് ഡൺ ആൻഡ് ദ പെർഫോമൻസ് ഡേറ്റ റിക്വയർഡ് വിൽ ഓൾസോ ബി മച്ച് ഹയർ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ അടുത്ത ക്ലാസ്സും 2 ക്ലാസ്സും കൊണ്ട് ഈ മൊഡ്യൂൾ തീരും. അത് കഴിഞ്ഞ് ഞാൻ PPT മൊത്തം ഷെയർ ചെയ്യാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഞാൻ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് കുറച്ച് സജഷൻസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇതിങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കുമല്ലോ, അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ആരെങ്കിലും? ആകർഷ് മോഹൻ ഉണ്ടോ? ആകർഷൊക്കെ ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. അശ്വിനസ് കുമാർ ഉണ്ടോ? ഉണ്ട് സർ. അശ്വിനെ മനസ്സിലായോ? ക്വാളിറ്റി കൺട്രോൾ ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് മനസ്സിലായോ? മനസ്സിലായി സർ. അശ്വിൻ ഇങ്ങനെ പോയാൽ മതി? അതോ ലാസ്റ്റ് ഞാൻ PPT ഷെയർ ചെയ്താൽ മതി? അതോ ഓരോ സ്ലൈഡ് കഴിയുമ്പോഴും എഴുതാൻ സമയം വേണമെന്നുണ്ടോ? അല്ല സർ, ലാസ്റ്റ് മതി. ലാസ്റ്റ് മതി. ഓക്കെ. വേറെ എന്തെങ്കിലും അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. അപ്പൊ നാളത്തെ ക്ലാസ് ഉണ്ട്. വ്യാഴം വെള്ളി കൊണ്ട് ഞാൻ മൊഡ്യൂൾ 3 തീരും. അതിനുശേഷം ഞാൻ വെള്ളിയാഴ്ച നിങ്ങൾക്ക് PPT ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഞായറാഴ്ചയാണ് അസൈൻമെന്റ് വെക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് PPT റെഫർ ചെയ്യാം.